ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീടുകളിൽ അകപ്പെട്ടു പോയ നിങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലെ കായിക അധ്യാപകർ തയ്യാറാക്കിയ ചില കായിക പ്രവർത്തനങ്ങളുടെ വീഡിയോയുടെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഈ പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മുതിർന്നവരുമായി ഇത് ഒരുമിച്ച് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കായിക അധ്യാപകരുമായി പങ്കുവയ്ക്കുക. എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടി ഇത് ചെയ്യുക. ഒരു കാര്യം ഓർക്കുക, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഈ കായിക പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കോവിഡ് എന്ന മഹാമാരിയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ പലതരം ഗെയിമുകളും കളിച്ചിട്ടുണ്ട് അല്ലേ? ഇതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയാമോ? അതെ, നിങ്ങൾക്ക് മാനസിക സന്തോഷം കിട്ടിയിട്ടുണ്ട്, ശാരീരിക ആരോഗ്യം ലഭിച്ചിട്ടുണ്ട്, പിന്നെ അതെ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഊർജം ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഊർജം ലഭിച്ചിട്ടുള്ളത്? അതെ, നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊർജം ചെലവാകുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ശരീരം തന്നെ അത്ര ഏറെ ഊർജം നിങ്ങളുടെ ശരീരത്ത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഊർജം ലഭിക്കുന്നത് അല്ലെ? പിന്നെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടുന്നു. പിന്നെ എന്താ, നിങ്ങൾക്കുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും കൂടുന്നു അല്ലെ? എങ്ങനെയാ ബുദ്ധിയും ഓർമ്മശക്തിയും കൂടുന്നത്? നിങ്ങളുടെ ശരീരത്തിന്റെ ബ്ലഡ് ഫ്ലോ കൂടുതലായി ഉണ്ടാവുന്നു. നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ബ്ലഡ് ഫ്ലോ കൂടുന്നത് കൊണ്ട് അത് നിങ്ങളുടെ ഓരോ സെല്ലുകളിലും പ്യൂരിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് ലഭിക്കുന്നത്. പിന്നെയോ നിങ്ങൾക്ക് സൗന്ദര്യം കൂടാനും ഇത് സഹായിക്കില്ലേ? എങ്ങനെയാ അത്? നിങ്ങളുടെ ശരീരത്തിലെ താപനില കൂടുമ്പോൾ നിങ്ങളുടെ സ്കിന്നിലെ സുഷിരങ്ങൾ തുറന്ന് അതിലുള്ള വേസ്റ്റുകളെല്ലാം വെളിയിലോട്ട് പോകാറുണ്ട് അല്ലെ? അങ്ങനെ നമ്മളെ സ്കിന്ന് നല്ല പ്യൂരിഫൈ ആകാറുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് സാമൂഹിക സാംസ്കാരിക ഐക്യവും ലഭിക്കാറുണ്ട് അല്ലെ? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാമിംഗ് അപ്പിനെ കുറിച്ചാണ്. എന്താണ് ഈ വാമിംഗ് അപ്പ്? ഒരു വ്യക്തിയുടെ കായിക പ്രവർത്തനത്തിനോ വ്യായാമത്തിനോ മുമ്പ് അയാളുടെ ശരീരത്തെ തയ്യാറാക്കുന്ന ചിട്ടയായി ചെയ്യുന്ന ശാരീരിക പ്രവർത്തനമാണ് വാമിംഗ് അപ്പ്. നിത്യേന വാമിംഗ് അപ്പോ വ്യായാമമോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്തയോട്ടത്തിലും ഉപാപചയത്തിലും നിങ്ങളുടെ ശരീര താപനിലയിലും വർധനവുണ്ടാകുന്നു. ഹൃദയമിടിപ്പിന്റെ ക്രമാനുഗതമായ വർധനവ് കാരണം ഓക്സിജന്റെ ഉപഭോഗം കൂടുന്നു. പേശികളുടെ ഇലാസ്റ്റികത വർദ്ധിക്കുന്നു. നാഡീപ്രേരണകളുടെ കൈമാറ്റം അതിവേഗമാകുന്നു. മസിൽ ടെൻഷൻ കുറയുന്നു. ശ്രദ്ധിക്കുക, എല്ലാ എക്സസൈസും എല്ലാവർക്കും യോജിച്ചതല്ല. ഇതിൽ പറയുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരവേദന ഒഴിവാക്കാവുന്നതാണ്. വാമിംഗ് അപ്പിന് 3 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് സ്ട്രെച്ചിങ് ആണ്. നമുക്ക് 2 തരം സ്ട്രെച്ചിങ് ഉണ്ട്. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങും ഡൈനാമിക് സ്ട്രെച്ചിങ്ങുമാണ്. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് സ്ട്രെച്ചിങ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ കാർഡിയോ എക്സസൈസ് ചെയ്യും. ഇത് നമ്മളുടെ താപനില, നമ്മളെ ശരീരത്തിന്റെ താപനില ഉയർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നു. മൂന്നാമത് ജോയിന്റ് മൊബിലിറ്റി മൂവ്മെന്റ് ആണ്. നമ്മളുടെ ജോയിന്റുകളുടെ മൊബിലൈസേഷൻ സാധ്യമാക്കുന്ന മൂവ്മെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സസൈസിലോട്ട് കടക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ്. ഇത് നമ്മളുടെ ബോഡി പാർട്സിന്റെ മെയിൻ ബോഡി പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനായി ഫസ്റ്റ് ഹോൾ ബോഡി സ്ട്രെച്ചിങ് ആണ്. കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തി ഇന്റർലോക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഹീല് ഉയർത്തി മുകളിലോട്ട് വരിക, താക്കുക. വീണ്ടും ഹീല് ഉയർത്തി മുകളിലോട്ട് വരിക, താക്കുക. എന്നിട്ട് കൈ താത്തു വയ്ക്കും. അപ്പോൾ ഈ എക്സസൈസ് നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണ്. റെഡി, സ്റ്റാർട്ട്. അപ്പ്, ആം അപ്പ്, ഇന്റർലോക്ക് യുവർ ഫിംഗേഴ്സ്, തിരിക്കുക, മുകളിലോട്ട് പോവുക. ഇൻഹെയിൽ, എക്സെയിൽ ചെയ്ത് ബെൻഡ് ചെയ്യുക. ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ,
Inhale, exhale. Inhale, exhale ചെയ്ത് കൈ പതുക്കെ താഴോട്ട് വരണം. ഇനി നമ്മൾ ഫോർവേഡ് ബാക്ക്വേർഡ് ബെൻഡിങ് ആണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്പൈന് എപ്പോഴും നൂന്ന് ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക. പുറകോട്ട് പോകുന്ന സമയത്ത് ബാക്കിലോട്ട് നോക്കുക. ഈ മൂവ്മെന്റ്സ് നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണ്. ചെയ്യാമല്ലോ? ഹാൻഡ്സ് വേസ്റ്റ് വെക്കുക, ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, എക്സെയില് ചെയ്ത് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക, ഇൻഹെയില് ചെയ്ത് പുറകോട്ട്. ഡൈനാമിക് ആവുന്നത് കൊണ്ട് അല്പം കൂടെ ഫ്രണ്ടിലോട്ട്, വീണ്ടും ബാക്കിലോട്ട് അല്പം കൂടി, വീണ്ടും നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ്, ബാക്കിലോട്ട്. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുക. നെക്സ്റ്റ് മൂവ്മെന്റ്സ് നമ്മൾ ഫീറ്റ് സ്വല്പം വൈഡ് ആക്കുകയാണ്. സൈഡ് സ്ട്രെച്ചിങ് ആണ്, ലാറ്ററൽ ബെൻഡിങ് ആണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്. അതിനായി ഒരു കൈ ഹിപ്പിന് സമീപമായി വെക്കുക, അടുത്ത ആം സൈഡിൽ വെക്കുക. ഇതിന് ശേഷം ആം സ്ട്രെച്ച് ചെയ്യുക, മുകളിലുള്ള ആം സ്ട്രെച്ച് ചെയ്തിട്ട് തിരിച്ചു വരിക. ഇത് രണ്ട് വശത്തോട്ടും ചെയ്യേണ്ടതാണ്. നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം എക്സെയിൽ ചെയ്ത് സ്ട്രെച്ച് ചെയ്യുവാൻ ശ്രമിക്കുക, എന്നിട്ട് വരിക. ഓരോ പ്രാവശ്യം സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം റീച്ചിലോട്ട് പോവുക. റെഡി? തുടങ്ങാം. റെഡി, സ്റ്റാർട്ട്. റീച്ച് ബാക്ക്, റീച്ച് ബാക്ക്, റീച്ച് ബാക്ക്, റീച്ച്. മാക്സിമം പോട്ടെ. ലാസ്റ്റ്. റീച്ച് ബാക്ക്. ഓക്കെ, കൈ താഴ്ത്ത് വെക്കുക. അടുത്ത സൈഡിലോട്ട് വരിക. റെഡി, സ്റ്റാർട്ട്. റീച്ച് ബാക്ക്, റീച്ച് ബാക്ക്, റീച്ച് ബാക്ക്. മാക്സിമം റീച്ചിലോട്ട് പോവുക. ലാസ്റ്റ് മൂവ്മെന്റ് ആണ് മാക്സിമം റീച്ച്. ഓക്കെ, നന്നായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ വൈഡ് സ്ട്രെച്ച് ആണ് ചെയ്യേണ്ടത്. അതിനായി നിങ്ങളുടെ കൈകൾ രണ്ടും മുകളിലോട്ട് ഫ്രണ്ടിലോട്ട് ഉയർത്തുക, ടേൺ ചെയ്യുക. മാക്സിമം സൈഡിലോട്ട് ടേൺ ചെയ്യുക, ഫ്രണ്ടിലോട്ട് വരിക. ഓരോ പ്രാവശ്യം പോകുന്നതനുസരിച്ച് നിങ്ങളുടെ മാക്സിമം ട്വിസ്റ്റിലോട്ട് എത്തിച്ചേരുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. രണ്ട് കൈകളും ഉയർത്ത്. ഓക്കെ, റൈറ്റ് സൈഡിലോട്ടാണ്. സ്റ്റാർട്ട്. 1 back, 2 back, 3 back, very good, 4 back, ഷോൾഡറിന് താഴെ വരാൻ പാടില്ല, 5 back. ഓക്കെ, നന്നായിട്ടുണ്ട്. ഈ സ്ട്രെച്ച് തന്നെ അടുത്ത സൈഡിലോട്ട് ചെയ്യാം. റെഡി, സ്റ്റാർട്ട്. ആം അപ്പ്. യാ, സ്റ്റാർട്ട്. 1 back. യാ, ഷോൾഡർ ലെവലിന് മുകളിലോ ഷോൾഡർ ലെവലിലോ ആയിരിക്കണം കൈകൾ. 3 back, 4 back, 5 back. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രെച്ച് വൈഡ് സ്ട്രെച്ച് ആണ്. അതിനായി ഫീറ്റ് സ്വല്പം കൂടി വൈഡ് ആയിട്ട് വെക്കുക. ഇതിന് ശേഷം നമ്മൾ ഇരിക്കേണ്ടത് നമ്മളുടെ ഹിപ്പ് പുറകോട്ട് വച്ച് ഇരിക്കുക, എണീച്ചു വരിക. ഈ ഒരു സ്ട്രെച്ച് നമ്മളുടെ ഇന്നത്തൈയും ഗ്ലൂട്ടിനും വേണ്ടിയാണ്. ഹാംസ്ട്രിങ്ങും ഇതിന്റെ കൂടെ സ്ട്രെച്ച് ആവുന്നുണ്ട്. റെഡി, സ്റ്റാർട്ട് വിത്ത് യുവർ റൈറ്റ്. ഗോ, സ്റ്റാർട്ട്. 1 back, 2 back, 3 back. ലാസ്റ്റ് 2. ഇന്നത്തൈ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് സ്ട്രെച്ച്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത സൈഡിലോട്ട് ചെയ്യാം. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലോട്ട്. റെഡി, സ്റ്റാർട്ട്. ഗോ. 1 back, 2
back, 3 back, 4 back, 5 back. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡൈനാമിക് വാർമിംഗ് അപ്പ് അല്ലെങ്കിൽ ഡൈനാമിക് സ്ട്രെച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത എയറോബിക് കാർഡിയോ എക്സസൈസുകളാണ്. ഇത് നമ്മളുടെ ബ്ലഡ് ഫ്ലോ റേസ് ചെയ്യുന്നതിന് സാധ്യമാക്കുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈ നീ മൂവ്മെന്റ്സ് ആണ്. അതിനായി ഹിപ്പ് ലെവലിൽ നിങ്ങൾ കൈകൾ വയ്ക്കുക. നോർമൽ വാക്കിംഗ് മൂവ്മെന്റ്, കാലിന്റെ തുട വന്ന് കയ്യിൽ ഇടിക്കുക. ഇതേപോലെ നമ്മൾ 30 കൗണ്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. റെഡി? തുടങ്ങിയാലോ? I'm on side. Ready? Start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Very good. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീം എഞ്ചിൻ ആണ്. അതിനായി ഹാൻഡ്സ് നിങ്ങളുടെ നെക്കിന് പുറകിലായിട്ട് വയ്ക്കുക. നീ ഉയർത്തി ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് ചെയ്യുക, ബാക്കിലോട്ട് വരിക, വീണ്ടും ക്രോസ് ചെയ്യുക, ബാക്കിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ റൈറ്റ് സൈഡിലാണ്. റെഡി? എൽബോ സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെരി ഡൺ. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് കൈകൾ രണ്ടും സൈഡിലോട്ട് ഉയർത്തുക. ലെഫ്റ്റ് ലെഗ് ഉയർത്തുന്ന സമയത്ത് കൈകൾ അടിയിൽ വരിക, മുകളിലോട്ട് വരിക, വീണ്ടും അടിയിൽ മുകളിലോട്ട്. ഈ മൂവ്മെന്റ്സും നമ്മൾ 30 കൗണ്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് യുവർ ലെഫ്റ്റ് ലെഗ്, കൈകൾ ഉയർത്തുക. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഷോൾഡർ ലെവലിന് മുകളിലോട്ട് പോകണം കൈ. 11, 12, 13, 14, 15, 16. വെരി ഗുഡ്. 17, 18, 19, 20, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെൽ ഡൺ, വെൽ ഡൺ. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ലെഗ് ക്രോസ് ആണ്. അതിനായി കൈകൾ രണ്ടും മുകളിലോട്ട് ഉയർത്തുക. റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗുമായി ക്രോസ് ചെയ്യുക, ഫ്രണ്ടിലോട്ട് വരിക, വീണ്ടും ക്രോസ് ചെയ്യുക, താഴെ വരിക. ഓക്കെ, അപ്പം തുടങ്ങിയാലോ? Start with your right arm and left leg. Start. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഡൈനാമിക് മൊബിലിറ്റി മൂവ്മെന്റ്സ് ആണ്. അത് നിങ്ങളുടെ ജോയിന്റ്സിന് വേണ്ടിയുള്ള മൂവ്മെന്റ്, നിങ്ങളുടെ ജോയിന്റ്സിന്റെ റേഞ്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിലോട്ട് കടന്നാലോ? അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ തല മുതൽ കാല് വരെയുള്ള മൊബിലിറ്റി മൂവ്മെന്റ്സ് ആണ്. അപ്പോൾ തുടങ്ങിയാലോ? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നെക്ക് മൂവ്മെന്റ്സ് ആണ്. നെക്ക് മൂവ്മെന്റ്സിനായി ഫസ്റ്റ് ടേണിംഗ്, നെക്ക് സൈഡിലോട്ട് ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി? അതിനായി ചെയ്യേണ്ടത് ഒരു സൈഡിലോട്ട് ടേൺ ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം ടേൺ ചെയ്യാൻ പറ്റുന്നത് ടേൺ ചെയ്യുക, ഫ്രണ്ടിലോട്ട് വരിക, ടേൺ ചെയ്യുക, ഫ്രണ്ടിലോട്ട് വരിക. ഒരു മൂവ്മെന്റ് കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നു. ഒരു മൂവ്മെന്റ് അല്ല, ഒരു ബ്രീത്തിങ് പാറ്റേണും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് എക്സെയിൽ ചെയ്യുന്നു. എക്സെയിൽ മാക്സിമം നിങ്ങളുടെ വായിലൂടെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം എക്സെയിൽ ചെയ്യുന്നു അത്രത്തോളം എമൗണ്ട് ഓക്സിജൻ നിങ്ങൾ ഇൻഹെയിലും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട്
മാക്സിമം നിങ്ങളുടെ വായിലൂടെ തന്നെ എക്സൈൽ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലോ. ഹാൻഡ്സ് വേസ്റ്റിലോ വയ്ക്കുക. സ്റ്റാർട്ട് വിത്ത് യുവർ റൈറ്റ്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1, other side, 2, other side, 3, 4, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. നെക്സ്റ്റ് മൂവ്മെന്റ് നെക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. സെയിം, നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് മുകളിലോട്ട് പോവുക, എക്സെയിൽ ചെയ്ത് നെക്ക് താഴോട്ട് പോവുക. അപ്പോൾ തുടങ്ങാം. മുകളിലോട്ടുള്ള മൂവ്മെന്റ്, ഇൻഹെയിൽ, എക്സെയിൽ, 3, 4, സ്ട്രെച്ച് ചെയ്യുക മാക്സിമം, 5, 6, 7, 8, 9, 10. വെരി ഗുഡ്. ഇനിയുള്ള മൂവ്മെന്റ് നമ്മുടെ ഇയർ മാക്സിമം നിങ്ങളുടെ ഷോൾഡറിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓൾട്ടർനേറ്റ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഷോൾഡർ പൊക്കി ഇയറിലോട്ട് ടച്ച് ചെയ്യലും. ഇയർ മാക്സിമം ഷോൾഡറിലോട്ട് പോവുക. റെഡി, വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് റൈറ്റ്. യാ, സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8. വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മൾ ആ മൂവ്മെന്റിലോട്ട് കിടക്കുകയാണ്. ആ മൂവ്മെന്റ് ഫസ്റ്റ് ഹാൻഡ്സ് നിങ്ങളുടെ സൈഡിലോട്ട് വെക്കുക. കൈകൾ രണ്ടും ഉയർത്തേണ്ടതാണ്. താഴ്ത്തുക. ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് ഉയർത്തുന്നു, ശ്വാസം വെളിയിലോട്ട് വിട്ടിട്ട് താക്കുന്നു. ഓക്കെ, റെഡി. നിങ്ങളുടെ ചെസ്റ്റ് ഓപ്പൺ ആയിരിക്കണം. അബ്ഡമൻ മാക്സിമം ടൈറ്റ് ആയിക്ക് ചെയ്യുക. റെഡി, സ്റ്റാർട്ട്. അപ്പ്, 1, ബാക്ക്, 2, ബാക്ക്, 3, 4, 5, 6, 7, 8, 9, 10. വെൽ ഡൺ. ഇനി ചെസ്റ്റ് എക്സ്പാൻഷൻ മൂവ്മെന്റ് ആണ്. അതിനായി നിങ്ങളുടെ രണ്ട് കൈകളും ഫ്രണ്ടിലോട്ട് ഉയർത്തുക. ഇൻഹെയിൽ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈ താഴോട്ടല്ല, ഷോൾഡർ ലെവലിലോ സ്വല്പം മുകളിലോ ആയിരിക്കണം. എക്സെയിൽ ചെയ്ത് ഫ്രണ്ടിലോട്ട് ആക്കുക. ഓക്കെ, റെഡി. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഓപ്പണിംഗ്. സ്റ്റാർട്ട്. അപ്പ്, ഇൻഹെയിൽ, എക്സെയിൽ. ഷോൾഡർ മൂവ്മെന്റ്സ് മാത്രമേ സംഭവിക്കാവൂ. ഇൻഹെയിൽ, 3, inhale, 4, inhale, 5, inhale, 6, inhale, 7, inhale, 8, inhale, 9, inhale, 10. ഓക്കെ, ആമുകൾ താക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഷോൾഡർ എക്സ്പാൻഷൻ മൂവ്മെന്റ് ആണ്. അതിനായി കൈകൾ രണ്ടും ഫ്രണ്ടിലോട്ട് ഉയർത്തുക. ഇൻഹെയിൽ ചെയ്ത് ബാക്കിലോട്ട്, എക്സെയിൽ ചെയ്ത് താഴോട്ട്. വീണ്ടും ഓപ്പോസിറ്റ് സൈഡ്, ഇൻഹെയിൽ ചെയ്ത് ബാക്കിലോട്ട്, എക്സെയിൽ ചെയ്ത് താഴോട്ട്. ഇത് കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൈകൾ ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ ചെവിക്ക് സൈഡിലായിരിക്കണം നിങ്ങളുടെ കൈകൾ മാക്സിമം. അതുകൂടാതെ നിങ്ങളുടെ താഴെയുള്ള കൈകൾ മാക്സിമം ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. ചെസ്റ്റിന്റെ കംപ്ലീറ്റ് സ്ട്രെച്ച് ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് തുടങ്ങിയാലോ. കൈകൾ രണ്ടും ഉയർത്തുക. റൈറ്റ് ആം താഴോട്ട് പോവുക. ഫസ്റ്റ്, റെഡി, സ്റ്റാർട്ട്. 1, ബാക്ക്, 2, ബാക്ക്, 3, 4, സ്ട്രെച്ച് ചെയ്യാം മാക്സിമം, 5, 6, 7, 8, 9, 10. ഓക്കെ, വെൽ ഡൺ. ഇനി നമുക്ക് റിസ്റ്റിന്റെ മൂവ്മെന്റ്സ് ചെറുതായിട്ട് തുടങ്ങാം അല്ലേ. അതിനായി രണ്ട് കൈകളും ഫ്രണ്ടിലോട്ട് ഉയർത്തുക. റിസ്റ്റ് മാക്സിമം ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഇത് എല്ലാ ആംഗിളിലും, മുകളിലോട്ടും സൈഡിലോട്ടും താഴോട്ടും ഇന്നർ ആംഗിളിലും നിങ്ങൾ സ്ട്രെച്ച് ചെയ്യണം. അതെ, റെഡി, സ്റ്റാർട്ടിങ്. ആം ഹിയർ, ഔട്ടറിലോട്ട് കേട്ടോ. ഔട്ട്, ബാക്ക്, 2, ബാക്ക്, 3, 4, 5, 6, 7, 8, 9, 10. Okay, reverse movement, same. 1,
2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, വെൽ ഡൺ. ഇനിയുള്ള മൂവ്മെന്റ് എൽബോ ലൂസണിങ് മൂവ്മെന്റ് ആണ്. അതിനായി നിങ്ങൾ രണ്ട് കൈകളും ഫ്രണ്ടിലോട്ട് ഉയർത്തുക. ഇൻഹെയിൽ ചെയ്ത് ഷോൾഡറിൽ ടച്ച് ചെയ്യുക. എക്സെയിൽ ചെയ്ത് ഫ്രണ്ടിലോട്ട് ടച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ട് കൈകളും ഫ്രണ്ടിലോട്ട് ഉയർത്തു. റെഡി? നമ്മൾ ഷോൾഡറിൽ ടച്ച് ചെയ്യുകയാണ്. റെഡി? ഇൻഹെയിൽ, എക്സെയിൽ, ഇൻഹെയിൽ, എക്സെയിൽ. വെരി ഗുഡ്. 3 out, 4 out, 5 out, 6 out, 7 out, 8 out, 9 out, 10 out. വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, അതിലോട്ട് കടന്നാലോ? വൈറ്റ് ട്വിസ്റ്റിനായി നിങ്ങൾ രണ്ട് കാലുകളും ഷോൾഡർ വിഡിലോട്ട് മാറ്റുക. കൈകൾ രണ്ടും ഫ്രണ്ടിലോട്ടായി നമ്മൾ ബാക്കിലോട്ട് ടേൺ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരിക, ബാക്കിലോട്ട് ടേൺ ചെയ്യുക, ഫ്രണ്ടിലോട്ട് വരിക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈകൾ ഒരു വിധത്തിലും ഷോൾഡറിന് താഴെ വരുവാൻ പാടില്ല. ഷോൾഡർ ലെവലിലോ ഷോൾഡർ ലെവലിന് മുകളിലോട്ടോ ആയിരിക്കണം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈകൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷോൾഡറിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാലോ. കൈകൾ രണ്ടും ഫ്രണ്ടിലോട്ട് വെക്കുക. സ്റ്റാർട്ട് വിത്ത് യുവർ റൈറ്റ്. സ്റ്റാർട്ട്. 1 back, 2, 3, 4, 5, 6, 7, 8, 9, 10. വെൽ ഡൺ. ഇനി സിമ്പിൾ ആയിട്ട് ഒരു മൂവ്മെന്റും കൂടെ ഉള്ളൂ. അതിനായി നിങ്ങളുടെ ഫീറ്റ് സ്വല്പം കൂടി വൈഡ് ആക്കുക. വൈഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ കൈകൾ രണ്ടും സൈഡിൽ വെക്കുക. സിമ്പിൾ മൂവ്മെന്റ്. സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക, സ്ട്രെയിറ്റ് ആക്കുക. വീണ്ടും സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക, സ്ട്രെയിറ്റ് ആക്കുക. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ഒരു കാരണവശാലും നിങ്ങളുടെ ഹിപ്പ് ട്വിസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഹിപ്പ് സ്ട്രെയിറ്റ് ആക്കുക. രണ്ട് നീയും ബെൻഡ് ചെയ്യുവാൻ പാടുള്ളതല്ല. അപ്പോൾ തുടങ്ങാം. നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. ഹാൻഡ്സ് രണ്ടും സൈഡിലായിരിക്കണം. റെഡി? സ്റ്റാർട്ട് വിത്ത് യുവർ റൈറ്റ്. ഗോ. Down, up, down, 2, down, 3, down, 4. എക്സെയിൽ ചെയ്ത് നിങ്ങൾ മാക്സിമം താഴോട്ട് പോവാൻ ശ്രമിക്കുക. 7, 8, ലാസ്റ്റ് 2, 9, 10. വെൽ ഡൺ. അപ്പോൾ നമ്മളുടെ വാർമിംഗ് അപ്പിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇനി ലോവർ ബോഡി എക്സസൈസുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ക്ഷീണിച്ചു അല്ലേ? ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ലോ ബോഡി എക്സസൈസിനായി നിങ്ങൾ ഒരു വോളിന് നേരെ നിങ്ങളുടെ വീടിന്റെ ചുവരിൽ പിടിച്ചാലും മതി. പിടിച്ചതിന് ശേഷം നിങ്ങളുടെ ബോഡി മൊത്തത്തിൽ സ്ട്രെയിറ്റ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാലൻസ് ഒരു ലെഗിലായിരിക്കണം. നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ ഹിപ്പിലും വയ്ക്കണം. സിമ്പിൾ മൂവ്മെന്റ് ആണ്. നിങ്ങൾ കാല് മാക്സിമം ഫ്രണ്ടിലോട്ട് ഉയർത്തുക, കാല് മാക്സിമം ബാക്കിലോട്ട് ആക്കുക. ഈ മൂവ്മെന്റ് നമ്മൾ കാല് ഉയർത്തുന്ന സമയത്ത് എക്സൈലിങ്ങും ഇൻഹെയിൽ ചെയ്ത് ബാക്കിലോട്ട് പോകേണ്ടതുമാണ്. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എക്സൈലിംഗ് പാർട്ട് മാത്രമാണ്. ഓക്കെ, റെഡി? നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കാല് ഫ്രണ്ടിലോട്ട് ഉയർത്തുക. സ്റ്റാർട്ട്. അപ്പ്. 1 back, 2 back, 3 back, 4 back, 5. എക്സൈൽ ചെയ്യുക. 7, 8, 9, 10. വെൽ ഡൺ. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഈ സൈഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ വാൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ബോഡി മൊത്തം സ്ട്രെയിറ്റ് ആക്കുക. ആം വേസ്റ്റിൽ വെക്കുക. നമ്മൾ കാല് പൊക്കി എക്സൈൽ ചെയ്യുന്നു. കാല് ബാക്കിലോട്ടാക്കി ഇൻഹെയിലും ചെയ്യുന്നു. റെഡി? സ്റ്റാർട്ട് വിത്ത് ഔട്ടർ ലെഗ്. സ്റ്റാർട്ട്. അപ്പ്. 1 back, 2 back, 3, 4, 5, 6 back, 7. എക്സൈൽ ചെയ്യുക. 8, 9, 10. വെൽ ഡൺ. ഇനി ചെയ്യേണ്ട മൂവ്മെന്റ് സൈഡ് വേർഡ് ലാറ്ററൽ ലെഗ് മൂവ്മെന്റ് ആണ്.
ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കാൽ ഉയർത്തുന്ന സമയത്ത് നിങ്ങളുടെ ടോയും ഹീലും പാരലൽ ആയിരിക്കണം. അത് ഫ്രണ്ടിലോട്ട് പോയിന്റ് ചെയ്ത് തന്നെ ഇരിക്കണം. കണ്ടോ? എന്നിട്ട് സെയിം വരിക. മാക്സിമം നിങ്ങൾ സൈഡ് വേർഡ് ബെൻഡിങ് ഒഴിവാക്കുക. മാക്സിമം ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഈ മൂവ്മെന്റ് ആണ് നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത്. അതിനായി നിങ്ങൾ സെയിം വാൾ സപ്പോർട്ട് എടുക്കുക, നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആക്കുക, ആം ഹിപ്പിൽ വയ്ക്കുക. അപ്പോൾ തുടങ്ങാമല്ലോ. റെഡി, സ്റ്റാർട്ട്. 1 back, 2 back, 3 4 എക്സൈൽ ചെയ്ത് മുകളിലോട്ട് പോവുക. 6 7 8 9 10. വെൽ ഡൺ. അടുത്ത സൈഡും കൂടെ ചെയ്യാം അല്ലെ? ഈ സൈഡും സെയിം രീതിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വാളിന്റെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കുക, ആം വേസ്റ്റിൽ വെക്കുക. ബോഡി സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം എക്സൈൽ ചെയ്ത് ഉയർത്തുക, ഇൻഹെയിൽ ചെയ്തതാക്കുക. നേരത്തെ പറഞ്ഞതുപോലെയാണ്. ടോ എപ്പോഴും പോയിന്റിങ് ഫോർവേഡ് ആയിരിക്കണം. റെഡി, സ്റ്റാർട്ട്. അപ്പ്. 1 2 3 മാക്സിമം ഉയർത്തുക. 4 5 6 7 8 9 10. വെൽ ഡൺ.